അല്ലമീനും റോഷിപാലുമുണ്ട്. ആദ്യം അല്ലമീനിലേക്ക്. അല്ലമീൻ, ഇപ്പോൾ രണ്ട് പ്രതികരണങ്ങളാണ് രാഷ്ട്രീയമായി നമ്മൾ കഴിഞ്ഞ 2 ദിവസമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, രമേശ് ചെന്നിത്തല തനിക്ക് സാമുദായിക നേതാക്കളിൽ നിന്നും ക്ഷണം ലഭിക്കുന്നു എന്നുള്ള പ്രതികരണം വരുന്നു. സാമുദായിക നേതാക്കളിൽ നിന്നും രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തിയുള്ള പ്രതികരണം വരുന്നു. അവരുടെ പരിപാടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള പ്രതികരണം വരുന്നു. പിന്നീട് വി ഡി സതീശന്റെ പ്രതികരണം എടുക്കുമ്പോൾ വി ഡി സതീശനും താനും നല്ല ബന്ധം തന്നെയാണ് സൂക്ഷിച്ചിട്ടുള്ളതെന്ന് പറയുന്നു. മുൻപ് തിണ്ണ നിരങ്ങാൻ തന്നെ കിട്ടില്ല എന്ന വാചകം അദ്ദേഹം കുറച്ചുകൂടി മയപ്പെടുത്തുന്നു. അതേസമയം പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പുതിയ നിലപാട് എടുക്കേണ്ടതുണ്ട്, തനിക്ക് പിഴവുകളുണ്ടെങ്കിൽ അതിൽ പരിഹരിക്കുമെന്ന് കൂടിയുള്ള പ്രതികരണം വി ഡി സതീശന്റേതായി വരുന്നു. ഈ പ്രതികരണങ്ങൾ ഒരേ സമയം 2 നേതാക്കളിൽ നിന്ന് വരുന്നു. ഇപ്പോൾ കെ സുധാകരൻ എന്ന പേര് കേൾക്കാതെ ഇപ്പോൾ അവിടേക്ക് രമേശ് ചെന്നിത്തല എന്ന പേര് ഉയർന്നു വരികയും ചെയ്തിരുന്നു. അപ്പോൾ ഇനി ചർച്ച വി ഡി സതീശൻ രമേശ് ചെന്നിത്തല എന്ന രൂപത്തിലേക്ക് മാറുകയാണോ? അല്ലേ? കാര്യങ്ങൾ ഇപ്പോൾ അങ്ങനെയാണ് സ്മൃതി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല പിന്നീട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വീണ്ടും UDF പ്രതിപക്ഷത്തായപ്പോൾ അതേ സ്ഥാനത്ത് പ്രതിപക്ഷ നേതാവായി തുടരാൻ സാധിക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അവിടേക്കാണ് കേന്ദ്ര നേതൃത്വം വി ഡി സതീശനെ നിയമിച്ചത്. പിന്നീട് 2 കൂട്ടരും തമ്മിലുള്ള ചില സ്വാരസ്യങ്ങളൊക്കെ അത് പ്രകടമായിരുന്നു. പിന്നീട് അത് മയപ്പെടുത്തിയവർ മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. പക്ഷേ ഇനിയൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായും ആരാണ് UDF-നെ നയിക്കുക, UDF-ന്റെ സർക്കാർ അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആരാകും മുഖ്യമന്ത്രി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. കോൺഗ്രസിൽ പല വഴിക്ക് പോയ സമവാക്യങ്ങൾ, പല വഴിക്ക് പിരിഞ്ഞ ഗ്രൂപ്പ് നേതാക്കൾ അവർ പുതിയ സമവാക്യങ്ങളിലേക്ക് നീക്കം നടത്തുന്നു എന്നുള്ളതിന്റെ സൂചന കൂടിയാണ് പുതിയ പ്രതികരണങ്ങളും പുതിയ സമീപനങ്ങളുമൊക്കെ വ്യക്തമാക്കുന്നത്. അവിടെ സാധാരണഗതിയിൽ പ്രതിപക്ഷത്തെ നയിക്കുന്ന ആരാണോ അവരായിരിക്കും തൊട്ടടുത്ത നിമിഷം അല്ലെങ്കിൽ അടുത്ത വർഷം അടുത്ത ടേമിൽ അധികാരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയാവുക. അങ്ങനെയാണെങ്കിൽ ആ നിലയിൽ വി ഡി സതീശന് സാധ്യതയുള്ളപ്പോൾ രമേശ് ചെന്നിത്തല നേരത്തെ ആഗ്രഹിച്ചിരുന്ന പദവിയാണ് മുഖ്യമന്ത്രി കസേര എന്നുള്ളത്. സ്വാഭാവികമായും അദ്ദേഹവും അത് ആഗ്രഹിക്കുന്നുണ്ട്. കോൺഗ്രസിലെ ഒരു നിര നേതാക്കൾ അത് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ ആ 2 നേതാക്കൾ അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ അവരോടൊപ്പം ആരൊക്കെ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിന് കോൺഗ്രസിനകത്തെ പല ഗ്രൂപ്പ് സമവാക്യങ്ങൾ, അതിൽപ്പെട്ട ആളുകൾ 2 കൂട്ടരുടെയും ഒപ്പം ചേർന്നുകൊണ്ട് ചേരിതിരിഞ്ഞുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ നീക്കങ്ങൾക്ക് പക്ഷേ പാർട്ടിക്കുള്ളിൽ നിന്നുള്ള നീക്കങ്ങളും പിന്തുണയും മാത്രം പോരാ, അതിന് പാർട്ടിക്ക് പുറത്തുള്ള മറ്റു സംഘടനകളിൽ നിന്നുള്ള, പ്രത്യേകിച്ച് സാമുദായിക സംഘടനയിൽ നിന്നുള്ള പിന്തുണ ഉൾപ്പെടെ അനിവാര്യമാണ്. അവിടെയാണ് വി ഡി സതീശന്റെ ഒരു മുൻകാല പ്രസ്താവന, സമുദായ നേതാക്കളുടെ, സമുദായ സംഘടനകളുടെ തിണ്ണ നിറങ്ങാനില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവന പ്രത്യേകിച്ച് NSS-നെയും SNDP-യും ചൊടിപ്പിച്ചതും അവരും വി ഡി സതീശനും തമ്മിൽ ഒരു അകൽച്ചയിലേക്ക് കാര്യങ്ങൾ നയിച്ചതും. നേരത്തെ രമേശ് ചെന്നിത്തലയുടെ ചില പ്രസ്താവനകളും ആ അർത്ഥത്തിൽ ഒരു അകൽച്ച ഉണ്ടായിരുന്നുവെങ്കിലും തമ്മിൽ ഭേദം തൊമ്മനെന്ന നിലയിൽ സാമുദായിക സംഘടനകൾ ഇപ്പോൾ രമേശ് ചെന്നിത്തലയെ ചേർത്ത് പിടിക്കുന്നു. രമേശ് ചെന്നിത്തലയും അവരുമായുള്ള പിണക്കം മാറ്റി സഹകരിക്കാൻ തയ്യാറായി മുന്നോട്ട് പോകുന്നു. അതൊരു പരിധിവരെ ഫലം കാണുകയും ചെയ്യുന്നുണ്ട്. NSS-ന്റെ വേദിയിലേക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം ചെന്നിത്തല പോകുന്നു. SNDP നേതൃത്വം രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിച്ചുകൊണ്ട് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തേക്ക് വരുന്നു. അത് രമേശ് ചെന്നിത്തലയ്ക്ക് വ്യക്തിപരമായുള്ള നേട്ടത്തിനോടൊപ്പം തന്നെ അത് കോൺഗ്രസിനും ഒരു നേതാവ് അങ്ങനെ സമുദായ സംഘടനയുമായി അടുക്കുമ്പോൾ ഗുണം ചെയ്യുമെന്നുള്ള പ്രസ്താവനയിലൂടെ സമുദായ നേതാക്കളുമായുള്ള അകലം കുറയ്ക്കാനുള്ള ശ്രമം അത് വി ഡി സതീശനും നടത്തുകയാണ്. അവരെ ചൊടിപ്പിച്ച സാമുദായിക സംഘടനകളുടെ തിണ്ണ നിറങ്ങാനില്ല എന്നുള്ള സതീശന്റെ പ്രസ്താവന അത് ഒരു സാഹചര്യത്തിൽ എടുത്ത ഒരു സ്റ്റാൻഡാണ് എന്നുള്ളതായിരുന്നു ഇന്നലെ വി ഡി സതീശൻ പറഞ്ഞൊരു പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞ പ്രസ്താവന എന്നതിനപ്പുറത്തേക്കും സാമുദായിക സംഘടനകളുമായി എല്ലാ കാലത്തും തനിക്കൊരു വിരോധവുമില്ല, വിദ്വേഷവുമില്ല, അവരെ അധിക്ഷേപിച്ച് താൻ സംസാരിച്ചിട്ടുമില്ല. പക്ഷേ അപ്പോഴും മതവും രാഷ്ട്രീയവും തമ്മിൽ ഒരു അകലം വേണമെന്നുള്ള തന്റെ നിലപാടിൽ മാറ്റമില്ല എന്ന് ഇന്നലെ വി ഡി സതീശൻ പറയുകയും ചെയ്തു. ഇവിടെ ആരുടെ നീക്കങ്ങൾ ഫലം കാണും എന്നുള്ളതാണ് സ്മൃതി ഇനിയുള്ള ദിവസങ്ങളിൽ ഏറെ പ്രധാനം. ഈ സാമുദായിക സംഘടനകളുമായുള്ള അകലം കുറയ്ക്കാൻ, അവരുമായുള്ള അടുപ്പം കൂട്ടാൻ, അവരുടെ ഓരം ചേർന്ന് നിൽക്കാൻ ചെന്നിത്തലയും സതീശനുമൊക്കെ ശ്രമിക്കുമ്പോൾ അതിൽ ഒരുപടി മുന്നിലെത്താൻ രമേശ് ചെന്നിത്തലയ്ക്കായിട്ടുണ്ട്. വി ഡി സതീശന്റെ ഈ പിണക്കം മാറ്റാൻ അത് സാധിക്കുമോ, ഈ നിലവിലെ പ്രതികരണങ്ങളിലൂടെയൊക്കെ സാധിക്കുമോ എന്നുള്ളത് പ്രധാനമാണ്. ഇന്നലെയും